അവന്റെ വീട്ടിലാ? അല്ല കുഴപ്പമില്ല, ഒരാളും കൂടെ വരാറുണ്ട്, ശരിയായിക്കോളും. ഇനി ഒരാൾ വരാണ്ടാ? ഇവരെ വർഷങ്ങൾക്ക് ശേഷം, അതായത് ഇത് ബാബു നമ്പൂതിരി, അത് ചോട്ടു നമ്പൂതിരി. ഇവര് രണ്ടുപേരും ഞാൻ ചോട്ടുവിനെ പരിചയപ്പെട്ടു. ചോട്ടുവിനെ ഇന്നലെ ഗുസ്തിക്ക് പോയപ്പോ പരിചയപ്പെട്ടു. ഇവർ രണ്ടുപേരും ഒരച്ഛന്റെ മക്കളായിരുന്നു. അവരിപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. ആണോ? രണ്ട് വീട്ടിലായിരുന്നേ, ഒരു വീട്ടിലല്ലായിരുന്നു, രണ്ട് വീട്ടിലായിരുന്നു. അമ്മയിലുണ്ടായിരുന്നു. പുതുക്കിലൊക്കെ ബാബുവിന് നല്ല പേരാ. കാരണം ഞാൻ സിറ്റിയിൽ പറഞ്ഞപ്പോ ഞാൻ അവിടെ ചോദിച്ചിങ്ങനെ വാസുവിനെ കാണാൻ ആരെ കോണ്ടാക്ട് ചെയ്യണോന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ബാബുവിനെ കോണ്ടാക്ട് ചെയ്താൽ മതി, ബാബു അപ്പോയിന്റ്മെന്റ് എന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ ബാബുവാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. മനസ്സിലായി. അപ്പൊ ചന്ദ്രനെയും കണ്ടില്ല ഇതുവരെ. ചന്ദ്രനെയും കണ്ടില്ല. ചന്ദ്രൻ തോന്നില്ലേ? ഞാൻ വരുമെന്ന് പറഞ്ഞോണ്ടോ വരാത്തെന്ന് തോന്നുന്നു. അതെ, ഇവര് തമ്മിൽ ശത്രുക്കളാ. ഇവനുള്ള ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. എനിക്കാണ് അവനെ കാണുമ്പോ അവൻ അച്ഛനില്ലാത്ത ഓർമ്മ വരും. അതുകൊണ്ട് പിന്നെ എന്നെ കാണാൻ വരില്ല. ഇവര് അച്ഛന്റെ കാര്യമൊക്കെ പറഞ്ഞ തർക്കമാവും, ആകെ പ്രശ്നമാവും. അതെ. അപ്പൊ കുഴപ്പമില്ല. ഞാൻ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു, കണ്ടില്ല. ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നണേ, പക്ഷെ കാണാൻ പറ്റിയില്ല. അതെ. അല്ല, അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബാബുവിന് ചന്ദ്രന്റെ അച്ഛനായിട്ടാണ് കൂടുതൽ ബന്ധം എന്നുള്ളത്. പിന്നെ ഒരുപാട് ബന്ധമുണ്ട്, പണ്ട് മുതലേ ബന്ധമാണ്. അയ്യോ, ഇന്നലെ കണ്ടപ്പോ കൂടി പറഞ്ഞല്ലോ പുള്ളിക്ക് കൊച്ചുണ്ടാവില്ലെന്ന് പണ്ട് ഡോക്ടർ പറഞ്ഞ കാര്യം. പക്ഷെ ഇപ്പൊ ഉണ്ടായി, ഇത് എങ്ങനെയാണെന്ന് ഇപ്പോഴും അറിയില്ല. അതിന് കുഴപ്പമില്ല, അതൊരു അച്ഛനെ കണ്ടുപിടിച്ചിരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇവര് പണ്ടോട്ട് ഇങ്ങനെയാണ്. അല്ല, ഇവരിപ്പോ ഗ്യാങ് ആയി ഇപ്പൊ ഗ്യാങ് വീട്ടിലൊക്കെ പോയായിരുന്നോ? ഇല്ല, ഇവര് ഗ്യാങ് ആയിട്ടില്ല. ഇവര് ഗ്യാങ് ആവുന്നതാണ് ഇപ്പൊ. പണ്ടത്തെ കേവിയിലുണ്ടായിരുന്ന തൊപ്പി ഓർമ്മയില്ലേ? അയ്യോ, പുള്ളിക്കാരോട് പണ്ട് ചെറിയ 1-2 ചമ്പൂർന്ന ബന്ധങ്ങൾ ഉണ്ടായെന്നുള്ളത് കള്ളമാണ്. പിന്നെ ചന്ദ്രൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഗ്യാങ് മെമ്പർ അല്ലേ, ഗ്യാങ് ഹൗസിലത് ആര് കയറിയാലും നമുക്ക് അങ്ങനെയാണ്. പിന്നെ മുരളിയെ പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കില്ല, അത് പാലായാലും. അന്ന് അങ്ങനെ എന്തൊക്കെയോ അബദ്ധം വെച്ച് അറിഞ്ഞോണ്ട് എന്തൊക്കെയോ പറഞ്ഞു. അല്ല, അത് മുരളിയെ പറഞ്ഞ അറിഞ്ഞോണ്ട് പറയും, പക്ഷെ അബദ്ധം വെച്ചാണല്ലോ ആ പുള്ളി ഗ്യാങ് ഹൗസിൽ കയറിയത്. അബദ്ധം വെച്ചാ അറിഞ്ഞോണ്ട് പറഞ്ഞു. ഗ്യാങ് പോവാന്നിട്ട് വരുള്ളൂ. പുള്ളി പരിപാടിക്കല്ലേ ഗ്യാങ് ഫോം ആക്കുമ്പോ? ഗ്യാങ് ഫോം ആണെന്ന് എന്തായാലും വരുന്നുണ്ടാവും. ഒരു സെക്കൻഡ്. എന്താ വാസു? ഹലോ. പറ കോച്ച്. ഹലോ. പീറ്റർ പിടിച്ച് ഇവിടെ കറക്റ്റ് 3001 വരിക. കോച്ച് ഇവിടെ ഒന്ന് ചെറുതായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. കോച്ച് ഒരു 10 മിനിറ്റ് അവനൊന്ന് ഹോൾഡ് ചെയ്യാവോ? ഓക്കെ. കോച്ച് എവിടെ സ്ഥലം പറ? എന്താ പറയുന്നത്? നീല അടിയല്ല. അടിയല്ലേ? എന്നാ വേണ്ട. അവര് മുട്ടി നിക്കണ നോക്കാവര്. മന്ദാരം പോവാ. കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതൊക്കെ കൊണ്ടുകൊണ്ട് കണ്ട പെമ്പിള്ളേരെ കറക്കി നാളെ നിങ്ങളുടെ ഗേൾഫ്രണ്ടിനെ വരെ ടോൺ ചെയ്യാൻ അവർ നോക്കും. പക്ഷെ അലീനെ വിട്ടിട്ട് ഒരു കളിയില്ലാന്നാണ് ചന്ദ്രന്റെ അടുത്ത് പറഞ്ഞത്. ചുമ്മാ അവൻ കളിച്ച് നടക്കുവാണ് സിറ്റിയില്. അവൻ കള്ളനാണ്. അവൻ എ ക്ലാസ് കള്ളൻ. അവൻ എല്ലാവരുടെ മുമ്പിൽ മാന്യമായിട്ട് അഭിനയിക്കുന്നേ ഉള്ളു കേട്ടോ. അവൻ എ ക്ലാസ് കള്ളനാണ്. നമ്മള് ആരോടാ പറയണ, ഷെയ്ക്കൊക്കെ കമ്മിറ്റഡ് ആണ് ബാബു, നമ്മളെ പോലെ അല്ല. ഞാൻ അങ്ങനെ കമ്മിറ്റഡ് ആയിട്ടൊന്നുമില്ല. ചെറിയൊരു പറഞ്ഞ വിശ്വസിക്കൂല. വേലി കയറ്റ മണ്ണാലില്ലേ, ആ കടലിൽ പോയി തുളയിട്ട് കിടക്കും അവൻ. അങ്ങനത്തെ ഒരുത്താണ് ചന്ദ്രൻ. അവനൊന്നും വിശ്വസിച്ച് കൊണ്ടുപോകല്ലേ ഗേൾസിന്റെ അടുത്ത്? ഇല്ല, ഞാൻ ഒരു കുട്ടിനെ നോക്കുന്നുണ്ട്, പക്ഷെ അവിടേക്ക് ഞാൻ ചന്ദ്രനെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. പരിചയം പോലും പെടുത്തി കൊടുക്കരുത്. അതൊക്കെ ചന്ദ്രൻ സത്യം പറഞ്ഞ ജെട്ടി ബിൽഡിങ്ങിന്റെ ഓരോ മൂലയിലും ഓരോ സമയത്തും ഓരോ പെമ്പിള്ളാരപ്പം ചന്ദ്രനെ കാണുന്നുണ്ട് എന്നുള്ള ന്യൂസെല്ലാം കേൾക്കുന്നുണ്ട്. വാസന ഞാൻ ഒരു ഫോട്ടോ അയച്ചുതരാം. ഐഡി എത്ര പറഞ്ഞേ? എന്റെ ഐഡി 1693. 1693. അതൊന്ന് കണ്ടോക്കെ. അത് പുതിയ ലേറ്റസ്റ്റ് ഫോട്ടാണ്. ന്യൂ ലീക്ക് ആയതാ, പുതിയ ലീക്ക്. ബാബുവിനെ അയച്ചുതരാം. ബാബുവിന്റെ നമ്പർ എത്ര? ബാബുവിന്റെ ഐഡി ഇത് ഐഡി ആണോ? പോക്കറ്റ് ഐഡി വന്നിട്ട് ഏകദേശം 1802. 1802. ഇത് സൂര്യബോസിന്റെ ഫോട്ടോ അല്ലേ ഇത്? അതെ. അത് ലേറ്റസ്റ്റ് ആണ്, ലേറ്റസ്റ്റ് ലീക്ക് ആയതാ. നമ്മളെ പിള്ളേര് വിരിയാത്തവരൊക്കെ പോയത് പ്രപ്പോസ്. അത് 2 ദിവസമായിട്ടുള്ള കുട്ടി സിറ്റിയിൽ വന്നിട്ട് അപ്പോത്തിന് ആ കുട്ടീനെ സെറ്റാക്കി കേട്ട വാസന. ഇവൻ ചുമ്മാ പറയണേ, ഇത് ഇവന്റെ മോൻ തന്നെ മള്ളി ചന്ദ്രന്റെ. അതെനിക്ക് പറഞ്ഞ അറിയാവുന്ന കാര്യല്ലേ.
അതാ എല്ലാരും പറയണ അച്ഛനെ പോലെ തന്നെ മോന്റെ സ്വഭാവം എന്ന് പിന്നെ. എല്ലാവരും ഒരു കഴിവേറിയാണ് ആ ചെറുക്കൻ. എന്നിട്ട് ഭയങ്കര മുട പിടിച്ചൊരു ചെറുക്കനാണ് അത്. ഇന്നലെ അന്ന് അവന്റെ വർത്താനം കേൾക്കണമായിരുന്നു. ഇന്നലെ എന്നെ എടാ മൊട്ടയെന്നൊക്കെ. അവൻ എത്തുന്നിടത്തല്ലേ പിടിക്കുന്നത്, അതറിയാവോ? അതെ എനിക്കറിയാം. പിന്നെ വാസന മൊട്ട അല്ലല്ലോ, പിന്നെ വാസന മൊട്ട അയ്യോ അത് ഇന്നലെ മുട്ട അടിച്ചെന്ന് അതിന് കിട്ടിയായിരുന്നു, വേഷ കിട്ടിയായിരുന്നു. പിന്നെ അപ്പൊ തന്നെ തിരിച്ചു വെച്ചു. കണ്ടായിരുന്നു അപ്പൊ എന്നത്തേക്ക് ഗ്യാങ് ഒക്കെ എന്നത്തേക്ക് റാമ്പോ? ഇല്ല ഷേക്ക എന്നതൊക്കെയാവും? ഇല്ല, ഒരു 2 ദിവസം കൂടി ഉണ്ട് മോണിറ്ററിംഗ് പീരീഡ്. 11-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം 14 ദിവസം 15 ദിവസം വേണം മോണിറ്ററിംഗിന്. അപ്പം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങളുടെ ഫുൾ ആൾക്കാരും ഉണ്ടോ? ഇപ്പം 30 പേരുണ്ടോ? 31 പേര്, 35 പേരുണ്ടല്ലോ. 35 പേരുണ്ട്. 35 പേരുണ്ടല്ലേ? അല്ല, 35 നമുക്ക് പരിചയമുള്ള ഇഷ്ടംപോലെ പേരുണ്ട്. എന്ന് ഇതേപോലെ സന്തോഷത്തോടെ എതിര് നിന്ന് കണ്ടാ മതി ശരിക്കും. ഇല്ല, നമ്മളും അങ്ങനത്തെ അല്ല, ഇന്നും ബാബുന്നും ബാസുന്നും മാത്രമേ വിളിക്കാവൂ. എനിക്ക് അച്ഛനെ പറയാവുള്ളൂ. നമ്മള് ഫോമായ വാസന നമ്മളൊന്ന് ഫാമിലി ആയിട്ട് വരുന്നുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല. ഇതുപോലെ എത്ര വട്ടം നമ്മൾ ഒരുമിച്ച് ഫാമിലി ആയിട്ട് പോയതാ കേവിയുടെ അടുത്തൊക്കെ. പറയാൻ പറ്റില്ല. ഈ മുരളി എന്നെ ഗ്യാങ് ഹൗസിൽ നിങ്ങൾ ഇറങ്ങി പോകുമ്പോ തിരികെ പുറകെ രീതി വിളിക്കും. അതൊക്കെ സാഹചര്യം പോലെ ഇരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും. വാസനെ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കില്ല. ബാബു വിളിക്കാതെ മതി. ഞാൻ വിളിക്കത്തില്ല. ഞാൻ വിളിച്ചാലും എനിക്ക് മലയാളം അറിയില്ലല്ലോ ഇത് വിളിക്കാൻ. മനുഷ്യൻ മുള്ളിക്ക് നന്നായിട്ട് അറിയാം. ഞാനെന്താ ബാബു ഒക്കെ കുറച്ച് ട്രിഗറാ, പെട്ടെന്ന് ട്രിഗർ ആവുന്ന കൂട്ടത്തില്ല. അല്ല, സാധാ പോലെ വിളിച്ചാലും കായും പായും മായൊന്നും കൂട്ടി വിളിക്കാതെ മതി. ഞാൻ വിളിക്കില്ല. ഞാൻ എന്തായാലും ശരിക്കും ഞാൻ വിളിക്കില്ല. കാരണം ഇതിനൊക്കെ സിറ്റിയിൽ വരണം വല്ലപ്പോഴും ചെയ്യണമെങ്കിൽ. വല്ലപ്പോഴും ഇനി സ്ഥിരമായിട്ട് ഉണ്ടാവും. അതങ്ങനെയാണ്. ബാക്ക് ടു ബാക്കാ? ബാക്ക് ടു ബാക്ക്. ഇനി അടുത്തൊരു മാസം ബാക്ക് ആവും. വാസണ്ണന്റെ ഒരു വലിയൊരു ഫാൻ ബോയ് ഇപ്പൊ വരാന്ന് പറഞ്ഞു. കാണാനല്ല, ഉസ്മാൻ. അല്ല, ഇന്നലെ നമ്മള് വീണ്ടും ഇന്നലെ ഞങ്ങള് ഇതായപ്പോ ഒരു വള്ളി ഇന്നലെ ജസ്റ്റ് ഒഴിവായി. ഇന്നലെ റാമ്പൊക്കെ അവിടെ ഇരുന്ന സമയത്ത് നമ്മൾ എന്തോ ഇതുപോലെ പറഞ്ഞ് നമ്മള് സംസാരം അവിടെ ചെന്ന്. ഉസ്മാൻ അറിയാം നമ്മളെ, നമ്മുടെ സൗണ്ട് കേട്ട ഉസ്മാൻ അറിയാം. ഇവർക്കാർക്ക് റാംബോയോ ഇവർക്കൊന്നും ഇതിനകത്ത് അധികം വരാത്തോണ്ട് ഇവർക്ക് സൗണ്ട് ഒന്നും കേട്ടാ അറിയത്തില്ല. ഈ ഉസ്മാൻ അറിയാം. അവൻ എന്നിട്ട് മിണ്ടാതിരിക്കണം എന്നാ അവന് പറഞ്ഞ. ഞാൻ അവന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞത് അവന് നമ്മളെല്ലാം നന്നായിട്ട് അറിയാം. അപ്പൊ അവന്റെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി. അത് ടി വി ആണെന്ന് അറിയുമ്പോ സമയത്ത് നിങ്ങളുടെ അടുത്തൊന്ന് പറയാൻ പറഞ്ഞാൽ മതി. ഉസ്മാന്റെ അടുത്ത്. ഉസ്മാൻ എല്ലാരും അറിയാം ടി വിയിലെ. എന്തിന്റെ പേരിലേനോ വാസന? അതിങ്ങനെ ഞങ്ങള് ചുമ്മാ ഇരുന്നപ്പോ ഇവരുടെ മേത്ത് വന്ന് ഇടിക്കല്ലെന്ന് പറഞ്ഞ്. അപ്പൊ നമ്മള് അവിടെ വേറൊരാളെ ഇടിച്ച് ചുമ്മാ തമാശ കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അവൻ ഇങ്ങനെ പറഞ്ഞപ്പോ അത് മേത്ത് ഇടിച്ചില്ലല്ലോ ബ്രോ എന്ന് പറഞ്ഞ അങ്ങനെ സംസാരമായതാ. എനിക്ക് സൗണ്ട് മനസ്സിലായി. എനിക്ക് തിരിച്ചല്ല, ഇവരെ തിരിച്ചറിയാനും പറ്റൂലായിരുന്നു. വേറെ എല്ലാരും വേറെ ഡ്രസ്സായിരുന്നു. അതെ. അപ്പൊ പിന്നെ ഇവന് മാറിപ്പോ എനിക്ക് പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ വന്ന് പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞപ്പോ ഗ്യാങ് സെറ്റ്. അതെ. അപ്പൊ എന്തായാലും കണ്ടായി സന്തോഷം. റാമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം സിറ്റിയിലേക്ക്. നമുക്ക് ആദ്യമേ അടി വഴക്കിലോട്ട് പോകാതെ സമാധാനത്തിന്റെ പാതയിൽ തുടങ്ങാം. നമ്മുടെ കൂട്ടത്തിലും പിരിയേറ്റൻ ആളുണ്ടാവും, നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാവും. അത് ഞാൻ ഇപ്പോഴും പറയാം റാമ്പോ. നിങ്ങളതൊക്കെ തുടക്കത്തിലേ പറയാം. ഷേക്ക് റാമ്പോ നിങ്ങളതൊക്കെ തുടക്കത്തിലേ പറയാം. ഇത് എന്റെ ടിവിയുടെ സൈഡിൽ നിന്ന് ഈ ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സിനും എന്റെ സൈഡിൽ നിന്നും നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ എന്നുള്ളൊരു സാധനം ഗ്യാരണ്ടി ചെയ്യാൻ എനിക്കും പറ്റത്തില്ല. നിങ്ങളുടെ സൈഡിൽ നിന്നും അത് നിങ്ങൾക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ PvP കളിക്കുന്ന കുറെ പ്ലേയേഴ്സ് വെളിയിലും അവിടെ ഇവിടെയൊക്കെ പലപ്പോഴും പല ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അത് പെട്ടെന്ന് ഒരു ദിവസം സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അടിയും വഴക്കും ഒക്കെ വരുവാണെങ്കിൽ നമുക്കത് വരുന്ന രീതിയിൽ അങ്ങനെ അങ്ങ് പോവാം. വെറുതെ ആണ് അത്. നമുക്ക് എന്തായാലും സിറ്റിയിൽ പല സിറ്റുവേഷനിലും നമ്മള് ഡ്രസ്സ് മാറിയിട്ടും അങ്ങനെ അറിയാതൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ നമുക്ക് സിറ്റുവേഷൻ ചിലപ്പോ വരാം. അതാ ഇനീഷ്യൽ സിറ്റുവേഷനിൽ തന്നെ നമ്മളത് പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്ത ഒരു വാർക്കോ അങ്ങനെ ഒന്നും കൊണ്ടുപോകാതെ നമുക്ക് അത് അവിടുന്ന് ലീവ് ചെയ്യായിരിക്കും നല്ലത്. അല്ല, ഇത് ഞാൻ പറയണത് അങ്ങനെയല്ല. ഇത് നമ്മളാരും ഇപ്പൊ ഷേക്കും ഞാനും ഒന്നും ഇല്ലാത്ത സമയത്തായിരിക്കും ഇത് പകല് കയറുന്നവരുണ്ട്, രാത്രി. ഇവരൊക്കെ TDM ഒക്കെ ഗ്രൈൻഡ് ചെയ്യുന്ന പിള്ളേരാ, മനസ്സിലായി എല്ലാരും. ഇങ്ങനത്തെ കഴിഞ്ഞു നമ്മുടെ അപ്പൊ
അത് നടന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഇൻ കേസ് അത് വാറിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ടോക്സിസിറ്റിയും കാര്യങ്ങളൊന്നും ആവണ്ട, കുറച്ച് ഇതായിട്ട് നമുക്ക് ഡീൽ ചെയ്ത് അങ്ങ് തീർത്തങ്ങ് പോവാം. അതാണ് നല്ലത്. അതൊക്കെ അത്ര ഉള്ളു. ഇവനൊക്കെ എ ക്ലാസ് വള്ളിയാണ് ഈ ലോലിനൊക്കെ. ഇവനൊക്കെ ഇപ്പൊ ഇങ്ങനെ മാറിയിരിക്കുന്നുള്ളൂ. ഉച്ചയാകുമ്പോ ഇവന്റെ നാക്കങ്ങ് പൊങ്ങും. ഇല്ലാത്തതായിരുന്നു. അതെ ഞാനൊക്കെ ഉള്ളത് ഡീസന്റ് ആയിട്ട്. ഞാനോ ബാബുണ്ട് ചെറുതായിട്ട്. ഞാൻ കൊറേ കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു ബാബുവിന് എന്നാ കണ്ടു. എന്റെ ഇഷ്ടത്തിന് ഞാൻ കളിക്കുള്ളൂ, നീ സ്പാം ചെയ്തിട്ട് പോകും. ഞാൻ എന്റെ ഇതുപോലെ നോക്കാം. ഐലൻഡിലാണ് നമ്മൾ പോയത്. ഈ സിറ്റിയുടെ പകുതി ഷേക്കും ബാക്കി എക്സ്ട്രാ മുള്ളി മറ്റേ നമ്മളെ അപ്പാപ്പന എന്ന് പറഞ്ഞത് പുള്ളി വെച്ചിട്ടായിരുന്നല്ലേ? അതെ 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 അതെ. എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്കൊരു ചെറിയൊരു ഡീലിംഗ് ഉണ്ട്. പോയിട്ട് റാംബോ പോയിട്ട് വിളിച്ചു കേട്ടോ. നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്, ഇതിലൂടെ വിളിച്ചാൽ നമ്പർ ഒന്നുകൂടെ പറഞ്ഞു. എന്നെ ജസ്റ്റ് ഒന്ന് ഈ 572 അല്ലേ അവസാനം? ഞാൻ ഒന്ന് മിസ് കോൾ അടിക്കാം. ഒരു അനിയൻ പറഞ്ഞിട്ടില്ലോ. ഹലോ, നല്ല കാര്യം. എന്റെ പേര് സൈമൺ എന്റെ പേര് പവർ ഡിങ്കൻ. നമ്മള് ഉസ്മാനെ കൊണ്ടുവന്നത് അപ്പോഴാണ് അണ്ണനെ പറഞ്ഞു. അണ്ണന്റെ വീരകഥകളെല്ലാം നമ്മൾ കേട്ടിട്ട് അണ്ണന്റെ ഫാൻസ് ആണ്, ഫാൻ ബോയ്സ് ആണ്. ഞാൻ അണ്ണന്റെ സിനിമയുടെ ഫാനായതാ. ഉലകം കണ്ട് ഫാൻ ആയതാണല്ലേ? ഓ അണ്ണ എന്റെ പേര് പവർ ഡിങ്കൻ. ഓ നമസ്കാരം. ഉലകത്തിൽ ഞാൻ അത്യാവശ്യം അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഒരു നല്ല ബഡ്ജറ്റ് ഫിലിം ആയിരുന്നു ഉലകം. രണ്ടാമത്തെ ഷൂട്ട് നടന്നോണ്ടിരിക്കുന്നത്. അതിന്റെ കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആണല്ലേ? നമ്മൾ ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ളത് എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല. ഷൂട്ടിംഗ് ഇടക്കിടക്ക് വളരെ നമ്മുടെ ടൈം അനുസരിച്ച് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കാം. ഉറപ്പായിട്ടും പറയാം. ഞാൻ അണ്ണന്റെ വീരകഥകളെല്ലാം കേട്ടിട്ട് ഞാൻ അണ്ണന്റെ ഫാൻ ബോയ് ആട്ടോ. നീ ഇത് രണ്ടാമത്തോട്ടാണ് പറയണ എന്റെ അടുത്ത്. ഞാൻ അണ്ണനെ പോലെ ആകാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അണ്ണൻ കുറച്ചേരം ചായ തരാന്ന് പറഞ്ഞു തന്നില്ല. മനസ്സിലായ നമ്മള് ഹൗസിന്റെ ഫ്രണ്ടിൽ വന്നിരുന്നു. നീ തന്നില്ല നിനക്ക് അവിടുന്ന് ചായ തന്നില്ല. അങ്ങനെയല്ല അടിയല്ലാണ് നമ്മള് അറിയാലോ. നടുറോഡിലിരുന്ന് എങ്ങനെ നിനക്ക് ചായ ഇട്ട് തരും? അത് മനസ്സിലായി. സത്യം നമ്മള് രണ്ടത് ഗ്യാങ് ഹൗസിൽ പോയി. നിങ്ങൾ മാത്രമാണ് ഭയങ്കര ഒരു മാന്യമായിട്ട് സംസാരിച്ചത്. നമ്മൾ സീരിയസ്ലി നമ്മള് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഗ്യാങ് അല്ലടാ നമ്മുടെ. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചാറ്റി കാണുന്നുണ്ട്. അയച്ചു തരുവണ്ണ. എന്ത് നമ്പർ? അവനൊന്നും കൊടുക്കില്ല. അണ്ണൻ പാൻ ബോയ്ക്ക് മാത്രമേ കൊടുത്തുള്ളൂ. അണ്ണ എനിക്കൊന്നുമില്ല. ഇവന്റെ സംസാരം എനിക്ക് ഓവർ സൂചിപ്പിക്കുന്നവന്മാരെ എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടാ എനിക്ക്. അണ്ണ അങ്ങനെ പറയില്ല. അണ്ണന്റെ സിനിമയുണ്ട്. അണ്ണാന്ന് പറഞ്ഞു നടന്നിട്ട് അണ്ണ എനിക്കും നമ്പർ തരണ. കുത്തി പറയണെന്ന് പോലെ തോന്നുന്നു. നാളെ വേറെ എന്തെങ്കിലും ഉസ്മാനെ ഒന്ന് വന്നേ. ഉസ്മാനെ ആണോ? അതെയാണോ? ഹലോ ഒരു മിനിറ്റ്. ഇപ്പൊ 3-4 കിട്ടിയ
എടാ നീയല്ലേ ഇന്നലെ വരെ നിന്റെ എന്താ അഷ്റഫ എന്ന് പറഞ്ഞ നടന്നത്, എന്നിട്ട് ഇപ്പൊ ഒറ്റയടിക്ക് വാസുണ്ണനാക്കിയ എന്റെ വാപ്പ എന്റെ വാസുണ്ണനാണ്. അല്ല വാസുണ്ണ അറിയാതെ പോലും വായിന്ന് സ്ലിപ്പാവല്ലേ. നാളെ മുതൽ ഇപ്പൊ നിങ്ങളാണ് ചന്തെന്നെല്ലാം പറഞ്ഞു നടക്കൂ. നീ ഒരുപാട് മാറിപ്പോയടാ ഉസ്മാനെ. അന്ന് എല്ലാവർക്കും ഒരു സർപ്രൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ്, MRCക്ക് ഒരു സർപ്രൈസ്, എനിക്കൊരു വാപ്പ ഉണ്ട്. പരുന്ത് ബാസു. ഇപ്പൊ ഓടിയ ഒരു കാര്യം പറയാൻ വിളിച്ചപ്പോ അവനെ അച്ഛനാക്കണത് നീ എനിക്ക്. മുള്ളി MRC നേരെ ടിവിയിലെ ലീഡറിലോട്ട് അവന്റെ ലക്ഷ്യം കണ്ട. നൈസായിട്ട് നീ അതിന്റെ ഇടയ്ക്കൂടെ നമ്മള് ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കൂടെ. ഇവിടെ അടുക്കള പണിയാ, എന്നിട്ടാണ് ഭൈ ഇവന്റെ വർത്താനം പറഞ്ഞതേ ഉള്ളു, വേറൊന്നുമില്ല. മാറ്റി പറയും ചെയ്യും വാസണ്ണ. ഇല്ല ബാസുണ്ണ, നിങ്ങളുടെ കമന്റ് ലോഡാവുന്നില്ല എനിക്ക്. ഒരു ഹഗ്. ഓ തന്നിട്ട് വേഗം സ്ഥലം കാലിയാക്കിക്കോട്ടാ. അബ്യോ ഉമ്മ. പോയിട്ട് വരാം. അന്നോക്ക ബാസുണ്ണ പോയിട്ട് വരാം. നീ അധികം സ്നേഹിക്കല്ലേ ഇന്നെ. പോയിട്ട് വരാം.